കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 10, 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്നും ഓടിയകലും. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു. എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ ചില സന്ദേശങ്ങൾ അടങ്ങുന്ന സുവിശേഷ ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. ഈശോ പറയുകയാണ്, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏക വഴി, വാതിൽ യേശുവാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. 14:6 നാം വായിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നൽകിയ ഏക വഴി യേശുവാകുന്ന വഴിയാണ് എന്ന് വിശ്വസിക്കുകയും ആ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നത്. ഈശോ ആദ്യം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനത്തോടും അപ്പസ്തോലന്മാരോടും ഉപമയിലൂടെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. അവസാനം ഈശോ കൃത്യമായിട്ട് പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അപ്പം അത് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷേ അന്നത്തെ ജനതയോട് ഈശോ അത് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എങ്കിൽ പോലും ഇന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം യേശുവാകുന്ന ഏക രക്ഷയുടെ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്നും അനേകര് ഇന്നലകളിൽ ഈ വഴിയിലൂടെ സഞ്ചരിക്കുകയും യേശുവാകുന്ന വാതിലിലൂടെ പ്രവേശിക്കുകയും യേശുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത് അങ്ങനെ രക്ഷയുടെ അനുഭവത്തിൽ ജീവിച്ച് കടന്നു പോവുകയും ഇന്നും ജീവിച്ചിരിക്കുന്നവരുമായ അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതുകൊണ്ട് ഈ സത്യത്തെ തമസ്കരിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്താൽ അത് അന്ധകാരത്തിൻ്റെ വഴിയിലൂടെയായിരിക്കും യാത്ര ചെയ്യുന്നത്. കാരണം യേശുവാണ് ലോകത്തിൻ്റെ പ്രകാശം. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഈ ലോകത്തിൽ യാത്ര ചെയ്യുമ്പോൾ, അന്ധകാരത്തിലും പ്രകാശത്തിലും ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആത്മീയമായ അന്ധകാരത്തിലേക്കും ഇരുട്ടിലേക്കും തകർച്ചകളിലേക്കും ആത്മനാശത്തിലേക്കും വീണു പോകാതിരിക്കാൻ സ്വർഗം തന്നിരിക്കുന്ന വഴിയാണ്, പ്രകാശമാണ് ഈശോ. അതുകൊണ്ട് ഈശോ പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ ലോകത്തിൽ വഴിതെറ്റാതെ ഇടറി വീഴാതെ തകർന്നു പോകാതെ ഒരു ദൈവ പൈതലിന് ഈ ലോക ജീവിതത്തിൽ തൻ്റെ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള വിശ്വാസത്തിൻ്റെ യാത്ര അതിൻ്റെ അന്ത്യത്തോളം അവസാനിപ്പിക്കണമെങ്കിൽ അവന് വെളിച്ചം കിട്ടണം. വെളിച്ചമില്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റില്ല. നമ്മൾ തപ്പിത്തടയുകയും
താഴെ വീഴുകയും ഇടറിപ്പോവുകയൊക്കെ ചെയ്യും. അതിന് സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന നിത്യവെളിച്ചമാണ് ഈശോ. അപ്പോൾ യേശുവാകുന്ന വെളിച്ചത്തിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കൃത്യമായ വഴി അറിയാൻ പറ്റും. അവൻ തന്നെയാണ് വഴി. എത്തിച്ചേരേണ്ട ലക്ഷ്യത്തിലേക്ക് ഈശോ നമ്മളെ കൈപിടിച്ച് നടത്തും. എന്നിട്ട് സുവിശേഷം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കള്ളൻ വരുന്നത് എന്തിനാണ്, ഈശോ വന്നിരിക്കുന്നത് എന്തിനാണ്? ഈ വ്യത്യാസം നമ്മൾ അറിയുകയും ഒരാത്മാവിൻ്റെ ജീവൻ നിലനിർത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും പരിത്യാഗ പ്രവൃത്തികളൊക്കെ ചെയ്ത് കടന്നു പോകുമ്പോൾ വളരെ കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും വചനം പറയാണ്, കള്ളൻ എന്തിനാണ് ഒരുവരിലേക്ക് പ്രവേശിക്കുന്നത്, തിന്മ പ്രവേശിക്കുന്ന എന്തിനാണ്, ഒരു അശുദ്ധാത്മാവ് പ്രവേശിക്കുന്ന എന്തിനാണ്. എന്നാൽ അതുപോലെ തന്നെ ഈശോ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഒരുവരിൽ പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് യോഹന്നാൻ ശ്ലീഹ 10:10 എഴുതി വെച്ചിരിക്കുകയാണ്: കള്ളൻ വരുന്നത് കൊല്ലാൻ, മോഷ്ടിക്കാൻ, നശിപ്പിക്കാൻ. എത്രയോ ജീവിതങ്ങൾ, എത്രയോ കുടുംബങ്ങൾ, എത്രയോ യൗവനങ്ങൾ, എത്രയോ സമർപ്പണ ജീവിതത്തിലേക്ക് തീരുമാനമെടുത്തവരെയൊക്കെ പിശാച് അവരിൽ പ്രവേശിക്കുകയും തിന്മ കുടികൊള്ളുന്നൊരവസ്ഥ വരികയും അങ്ങനെ അവരിലുള്ള നന്മ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ, അവിടെ ആത്മീയ ജീവൻ കൊല്ലപ്പെട്ട അവസ്ഥ, നന്മയായിട്ടുള്ളതെല്ലാം തകർത്ത് കളയുന്ന, ഇല്ലാതാക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകൾ. അങ്ങനെ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഒരുവന് നമ്മൾ തിന്മയ്ക്ക് അവകാശവും അധികാരവും കൊടുത്തു കഴിയുമ്പോൾ നമ്മളിലുള്ള നന്മ നശിപ്പിച്ച് കളയുക, കൊന്നുകളയുക. അതുകൊണ്ട് ഇപ്പം എന്താ, വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റണില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, എളിമപ്പെടാൻ പറ്റുന്നില്ല. നമ്മളിലുണ്ടായിരുന്ന പുണ്യങ്ങളെല്ലാം നശിച്ചുപോയി. നാം ഇക്കാലം അത്രയും വളർത്തിയെടുത്ത പ്രാർത്ഥന കൊണ്ടും ദൈവസ്നേഹം കൊണ്ടൊക്കെ വളർത്തിയെടുത്ത ദൈവീക പുണ്യങ്ങൾ ഇതെല്ലാം നശിപ്പിച്ച് കളയാൻ പിശാചിന് പറ്റും. ഒറ്റ നിമിഷം മതി. കള്ളന് നമ്മൾ പ്രവേശിക്കാൻ അധികാരം കൊടുത്താൽ, തിന്മയ്ക്ക് പ്രവേശിക്കാൻ അധികാരം കൊടുത്താൽ നമ്മളിലുള്ള നന്മ അവൻ കൊന്നുകളയും. നമ്മളിലുള്ള വിശുദ്ധ ജീവിതത്തിൻ്റെ സാധ്യതകളെ നശിപ്പിച്ചു കളയും. നമ്മളിൽ ഇന്നോളം സ്വർഗം നിക്ഷേപിച്ച സ്വർഗീയ നിക്ഷേപങ്ങൾ അവൻ മോഷ്ടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ജീവനുണ്ടാകാൻ, അത് സമൃദ്ധമായി ഉണ്ടാകാനാണ്. ചുമ്മാ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. ചുമ്മാ എങ്ങനെയെങ്കിലൊക്കെ ചിലവർ പറയല്ലേ, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ജീവിച്ച് ഇതങ്ങോട്ട് തീർത്താൽ മതി അച്ഛാ, മടുത്തു, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അവസാനിപ്പിച്ച. അങ്ങനെ എങ്ങനെയെങ്കിലും ജീവിക്കാനും ജീവിതം അവസാനിപ്പിക്കാനല്ല ഈശോ ലോകത്തിലേക്ക് വന്നത്. നിനക്ക് ജീവനുണ്ടാകാനും ജീവന്റെ സമൃദ്ധിയിൽ ജീവിക്കാനും. ജീവന്റെ സമൃദ്ധിയിൽ ഒരു ദൈവ പൈതൽ പരിപൂർണമായ സൗഖ്യത്തിലും പരിപൂർണമായ വിടുതലിലും പരിപൂർണമായ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലും നിത്യസ്നേഹത്തിൻ്റെ അനുഭവത്തിലും അങ്ങനെ ജീവന്റെ സമൃദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് അവൻ സ്വജീവൻ കാൽവരിയിൽ ഹോമിക്കുകയും നമുക്ക് വേണ്ടി ബലിയായി തീരുകയും അങ്ങനെ സ്വന്തം ജീവൻ നമുക്ക് നൽകിക്കൊണ്ട് നമുക്ക് ജീവനുണ്ടാകണമെന്നും നിത്യജീവനം ഉണ്ടാകണമെന്നും അത് ജീവന്റെ സമൃദ്ധിയായിരിക്കണമെന്നും ഈശോ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഈശോ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിൽ ജീവന്റെ സമൃദ്ധി ഉണ്ടാകും, എല്ലാറ്റിൻ്റെയും സമൃദ്ധി ഉണ്ടാകും. അത്യന്തികമായി അത് നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തും. ഈ ബലിയിലൂടെ ഈശോയിൽ വസിക്കാൻ, ഈശോയാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ, യേശുവാകുന്ന വെളിച്ചത്തിൽ സഞ്ചരിക്കാൻ, അങ്ങനെ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്ന പുത്രനായ ഈശോയിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.